11കാരിയുടെ അത്ഭുത നൃത്തം. ഹായ്, ബൈജിരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈയിടെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ത്യാസ് ഗോട്ട് ടാലന്റിൽ 11 വയസ്സുകാരി വെള്ളത്തിനടിയിൽ 20 അടി താഴ്ചയിൽ നിന്നുകൊണ്ട് ഭരതനാട്യം കളിക്കുന്നു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് പല ആളുകളും ചോദിച്ചു. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. ഇത് ചെയ്യുവാനായിട്ട് പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ 20 അടി താഴ്ചയിൽ പോയി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെയധികം പ്രഷറായിരിക്കും അവിടെ ഉള്ളത്. അത് കാരണം തന്നെ നല്ല പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്ക് 20 അടി വെള്ളത്തിനടിയിലേക്ക് മുങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തേത്, അവിടെ അധികം നേരം നിവർന്ന് നിൽക്കുക എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മളെല്ലാം മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിപ്പോരും. ഇനി ഭരതനാട്യമാണെന്നുണ്ടെങ്കിൽ ആർക്കും പഠിക്കാം, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആർക്കും പഠിക്കാം. വെള്ളത്തിനടിയിൽ 2-2.5 മിനിറ്റുള്ള ശ്വാസം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അടുത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ കുട്ടിയുടെ പേര് താരകൈ ആരാധന എന്നാണ്. തമിഴ്നാട്ടിൽ രാമേശ്വരത്തിനടുത്താണ് ഇതിന്റെ വീട്. കടലിനെല്ലാം വളരെ അടുത്തായിട്ട്. ഇതിനിപ്പോൾ 11 വയസ്സുണ്ട്. ഏകദേശം 5 വയസ്സ് മുതൽ ഇത് അച്ഛന്റെ കൂടെ വെള്ളത്തിൽ നീന്തലും സ്കൂബ ഡൈവിങ്ങും എല്ലാം ചെയ്യുന്നതാണ്. പല വേൾഡ് റെക്കോർഡുകളും ഇതിന്റെ പേരിലുണ്ട്. 18 കിലോമീറ്റർ വെള്ളത്തിൽ നീന്തി കടന്നതിന്റെ റെക്കോർഡുണ്ട്. കൂടാതെ 4 വയസ്സിന് മൂത്ത ചേട്ടനുമായിട്ട് 20 അടി വെള്ളത്തിൽ താഴ്ചയിൽ പോയിട്ട് നൃത്തം ചെയ്തതിന്റെ റെക്കോർഡ് 1 വർഷം മുന്നേ ഉണ്ട്. ഏതാണ്ട് 6 വർഷത്തെ പരിചയം ഇതിനുണ്ട്. എന്നാൽ സാധാരണ രീതിയിൽ വെള്ളത്തിനടി 20 അടി താഴ്ചയിൽ നിവർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കില്ല. കല്ലോ അല്ലെങ്കിൽ ഇരുമ്പോ എല്ലാം ശരീരത്തിൽ ഒരു 2-3 കിലോ എല്ലാം നമ്മൾ കെട്ടിവെക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. ഈ കുട്ടി കെട്ടിയിരിക്കുന്ന ചിലങ്കയോ അതിന്റെ കൂടെ 1-2 കിലോ ഭാരമെല്ലാം അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ടാവും. ഈ കുട്ടിയും അച്ഛനും ചേർന്ന് വെള്ളത്തിനടിയിൽ നിന്ന് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും എല്ലാം ഇറക്കി മാറ്റുന്നതിന്റെ പേരിൽ വളരെയധികം വൈറലായിരുന്നു. അതിനുശേഷം ഇവർ വലിയൊരു ടീം തന്നെ സജ്ജീകരിച്ച് ഏകദേശം 35 ടണ്ണോളം പ്ലാസ്റ്റിക് വെള്ളത്തിനടിയിൽ നിന്ന് നീക്കി. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യാസ് ഗോട്ട് ടാലന്റിൽ ഇവർ അയച്ചു കൊടുത്ത് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ യഥാർത്ഥത്തിൽ തന്നെയുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഒരു ഒറ്റ സ്റ്റെച്ചിന് ചെയ്യുന്ന ഒരു ഡാൻസ് അല്ല. ഇത് ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് പോലെ കുറെ അധികം ആളുകളുള്ള ഒരു ടീം തന്നെ ഇതിന് ആവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.